തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരു കഥയുണ്ട്. ദൈവമേ നിൻ്റെ മുഖം തേടി എന്നാണ് കഥയുടെ പേര്. ബർത്തലോമ്യൂസ് എന്നു പേരായ ഒരു സന്യാസിയാണ് ആ കഥയിലെ പ്രധാന കഥാപാത്രം. സുന്ദരങ്ങളായ ഒത്തിരിയേറെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുള്ള ഒരു സന്യാസി. ഒരിക്കൽ ആ ആശ്രമത്തിൻ്റെ ആബട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ചിത്രം വരയ്ക്കണം, ആര് കണ്ടാലും ദൈവാനുഭവം തോന്നുന്നൊരു ചിത്രം. ബർത്തലോമ്യൂസിന് സന്തോഷമായി. അദ്ദേഹം ഒരു മോഡൽ കിട്ടാൻ വേണ്ടി ആശ്രമത്തിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. 2 ആഴ്ചയോളം അദ്ദേഹം പുറത്ത് തെരുവിലൊക്കെ അന്വേഷിച്ചു. നിരാശയോടെ അദ്ദേഹം തിരിച്ചു വന്നു. ആബട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ചിത്രം വരച്ചോ? ഇല്ല. അദ്ദേഹം സങ്കടത്തോട് ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് ഒരു അശരീരി ഉണ്ടായി. ബർത്തലോമ്യൂസേ, നീ ദൈവത്തിൻ്റെ മുഖം തേടുന്നു. ബർത്തലോമ്യൂസ് ഒന്നും വേണ്ടിയില്ല. വീണ്ടും ആ ചോദ്യം ഉയർന്നു. ബർത്തലോമ്യൂസേ, ദൈവത്തിൻ്റെ മുഖം തേടി നീ നിരാശയോടെ കിടക്കുകയാണോ? അപ്പോഴും ബർത്തലോമ്യൂസ് വേണ്ടിയില്ല. മൂന്നാമത് ആ ശരീരം ഇങ്ങനെയാണ്, ബർത്തലോമ്യൂസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞു. ഉടനെ ബർത്തലോമ്യൂസ് ചാടി എഴുന്നേറ്റു. അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് ഞാൻ ദൈവത്തിൻ്റെ മുഖം കണ്ടത്? അശരീരി പറഞ്ഞു, നീ 2 ആഴ്ചയോളം തെരുവീതിയിലൂടെ കടന്നുപോയപ്പോൾ ഒരമ്മയുടെ വാത്സല്യത്തിൽ നീ ദൈവത്തിൻ്റെ മുഖം കണ്ടു. ഒരു ഡോക്ടറുടെ ശുശ്രൂഷയിൽ നീ ദൈവത്തിൻ്റെ മുഖം കണ്ടു. ഒരു പിതാവിൻ്റെ സ്നേഹത്തിൽ നീ ദൈവത്തിൻ്റെ മുഖം കണ്ടു. ഒരു വൈദികൻ്റെ കരുണയിൽ നീ ദൈവത്തിൻ്റെ മുഖം കണ്ടു. എവിടെയെല്ലാം നീ നന്മ ദർശിച്ചുവോ അവിടെയെല്ലാം നീ ദൈവത്തിൻ്റെ മുഖം കണ്ടു. അശരീരി തുടർന്നു, ആത്യന്തികമായി ബർത്തലോമ്യൂസേ, എവിടെയാണ് നന്മയുള്ളത്? അത് മനുഷ്യനിലാണ്. എങ്കിൽ ദൈവത്തിൻ്റെ മുഖം തേടുന്ന നീ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് നിർത്തണം. എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കാൻ പഠിക്കണം. അവരുടെ ഉള്ളിലുള്ള ദൈവിക ഭാവങ്ങളെ തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ മനുഷ്യരിൽ കാണുന്ന ദൈവിക ഭാവത്തെ കൂട്ടി യോജിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മുഖം കണ്ടു കഴിയും. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവാനുഭവം. ബർത്തലോമ്യൂസിന് സന്തോഷമായി. അദ്ദേഹം ചാടി എഴുന്നേറ്റു, ഒരു ചിത്രം വരച്ചു. ആർക്കും ദൈവാനുഭവം തോന്നുന്ന ഒരു ചിത്രം. പ്രിയമുള്ളവരെ, ദൈവം എല്ലാ മനുഷ്യരിലുമുണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവിക ഭാവവും ഛായയും സാദൃശ്യവും ഒക്കെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ തേടുന്ന മനുഷ്യർക്കാണ് ദൈവാനുഭവം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മുടെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നാം കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ മുഖം അപൂർണമായിരിക്കും. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മനുഷ്യരിലെയും ദൈവത്തെ ദർശിക്കാൻ കഴിയുന്ന ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടാവട്ടെ. ഏവർക്കും ദൈവാനുഗ്രഹം നേരുന്നു.